അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ചിക്കൻ കറി പത്തിരിയാണ് കഴിക്കുക. ഇന്നിപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ വെച്ചാൽ പത്തിരി നമ്മൾ വാങ്ങിക്കുന്നതാണ്, കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്. ചിക്കൻ കറി ഇവിടെ ഉണ്ടാക്കുക. നമ്മൾ നല്ല തേങ്ങയൊക്കെ അരച്ചിട്ടാണ്, എന്നാൽ കുറച്ച് കറി വേണമല്ലോ പത്തിരിക്ക്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക. നമ്മൾ യൂസുഫ് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ 1/2 കിലോ ചിക്കനാണ് എടുക്കുന്നത്. അതാണ് പാകമാണ്. പിന്നെ വെച്ചാൽ നമ്മൾ വഴറ്റി അങ്ങനെ ഉണ്ടാക്കുന്നത്, പിന്നെ തേങ്ങ അരക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അത്യാവശ്യം ഉണ്ടാവും, കറിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും വൃശ്ചിക മാസമൊക്കെ ആവാനായി, അടുത്ത ആഴ്ചയാണല്ലോ. അപ്പോൾ പിന്നെ നോൺ വെജ് ഇല്ല. അപ്പോൾ ഇന്നിപ്പോൾ ഇനി നമ്മൾ ചിക്കൻ കറി ഞാനിപ്പോൾ ഇന്ന് വാങ്ങിയത്. പിന്നെ പത്തിരിയും ചിക്കൻ കറി അത് നല്ല രസമാണ്. അപ്പം അങ്ങനെ ഇപ്പം ഉച്ചയ്ക്ക് തന്നെ നമ്മൾ പത്തിരിയാണ് കഴിക്കുന്നത് ഞങ്ങൾ. അപ്പോൾ ചിക്കൻ കഷ്ണങ്ങളാക്കിയത് ഇവിടെ ഉണ്ട്. 1/2 കിലോ ആണ് ഞങ്ങളിന്ന് വാങ്ങിയത്. പിന്നെ മറ്റ് ചേരുവകൾ അതിവിടെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് കുറച്ചെടുത്തിട്ട് ഇത് നമുക്ക് അരയ്ക്കാനുള്ളതാണ്. 2 വെളുത്തുള്ളി ഉണ്ട്, വെളുത്തുള്ളീൻ്റെ അല്ലി, ഒരു തേങ്ങ. ഇതൊന്ന് അരച്ചിവിടെ ആദ്യം വെക്കണം. പിന്നെ ഇപ്പോൾ മറ്റ് ചേരുവകൾ ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അതൊക്കെ കഴുകിയെടുത്തതാണ്. വലിയ ഉള്ളി, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പിന്നെ നേരെ ഇങ്ങനെ ഇടുന്നതാണ്. അരയ്ക്കുന്നതിലേക്ക് 2 അല്ലി ചേർത്തു, നേരെ ഇങ്ങനെ മുറിച്ചിടുന്നുണ്ട്. അത് രസമാണ് ഈ കറിയിൽ. പിന്നെ കുറച്ചൊരു വെള്ളത്തോടു കൂടിയാണ് കറി. അപ്പോൾ അതിവിടെ നിൽക്കട്ടെ. ഉള്ളി ഇതിപ്പോൾ നമ്മൾ വളരെ സ്പെഷ്യലായിട്ട് ഉച്ചയ്ക്ക് പത്തിരി, ചിലപ്പോൾ പിന്നെ ഞങ്ങൾ രാത്രി ആണ് കൂടുതലും പത്തിരിയും കോഴിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇറച്ചി. ഇന്ന് ഏതായാലും ഉച്ചയ്ക്ക് തന്നെ ആക്കി. അപ്പോൾ എല്ലാം ഇവിടെ നുറുക്കി അതൊക്കെ ഇവിടെ റെഡിയാക്കി. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ചട്ടിയിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇനി ഉള്ളി ഇതൊക്കെ എല്ലാം വഴറ്റിയെടുക്കാം. വറുത്തിടാനുള്ള ചെറിയ ഉള്ളി അതിവിടെ അരിഞ്ഞു വയ്ക്കുകയാണ് അമ്മ. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതൊക്കെ പാകത്തിന് മതി വെച്ചിട്ടാണ്. അപ്പോൾ പാകത്തിന് പൊടിയൊക്കെ ചേർക്കുന്നുള്ളൂ. പിന്നെ മല്ലിപ്പൊടി, പച്ചമുളക് അതിട്ട് കൊടുക്കാം. പിന്നെ ഗരം മസാല ലേശം ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും നുറുക്കിയത് അത് ചേർത്ത് ഇളക്കി കൊടുക്കാം. ലേശം ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്, അത്രയും ഒക്കെ ചേർത്തു. പിന്നെ നമ്മൾ ചിക്കൻ കഴുകി വെച്ച കഷ്ണങ്ങൾ അത് ചേർത്ത് കൊടുക്കാം. സാധാരണ ഞങ്ങൾ കിഴങ്ങ് ചേർക്കലുണ്ട്, ഇന്നിപ്പോൾ ഇത് ചേർത്തിട്ടില്ല. ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ അടച്ചു വെച്ചില്ല. അപ്പം ഇനി ഇതാണ് വേവട്ടെ, വെള്ളമൊന്നും വേണ്ടല്ലോ. ഇപ്പം നമുക്ക് അരച്ച് ചേർക്കാണ്ട് ഇതൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കുറേശ്ശെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് അതിലേക്ക് അരച്ച് വെച്ചത് നല്ല കുറുകി തന്നെയാണ് അരച്ചത്. ഇനിയിപ്പോൾ ഇതൊന്ന് നമ്മൾ അടച്ചു വെച്ചിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കും. ഇതൊന്ന് വേവട്ടെ ഒന്നുകൂടി.
കറിവേപ്പില. ഇനിയിപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടത്, അതായത് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അത് വഴറ്റിയിടുന്നുണ്ട് ഇനി. അപ്പോൾ ഒന്നുകൂടി സ്വാദ് കൂടും. ഇതിപ്പോൾ എല്ലാം പാകാം, ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ചെറിയ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ചെറിയ ഉള്ളി അത് വഴറ്റി ചേർക്കണം. അതുകൂടി ചേർക്കുമ്പോൾ ഒന്നുകൂടി നന്നായി. ഇപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്വാദാണ്. നല്ല കുറുകിയിട്ട് തന്നെയാണ്. അത്യാവശ്യം നല്ല ഉണ്ട്, വെള്ളമുണ്ട്. അതാ നമ്മൾ പത്തിരി ഇത് പിന്നെ കടയിൽ നിന്ന് വാങ്ങിയതാണ്, ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചു. നമുക്ക് ഏതായാലും കഴിക്കായി. അമ്മയ്ക്കൊരു 4 എണ്ണം, ഇത് 10 എണ്ണം ഉള്ള പാക്കറ്റാണ്, 30 രൂപ. ഒന്നിന് 3 രൂപ അത്രേ വന്നിട്ടുള്ളൂ. അമ്മ 4 ഞാനൊരു 6 കഴിക്കും. പിന്നെ ഉച്ചയ്ക്കല്ല, അപ്പോൾ പിന്നെ ഇത് വേണം. ഇപ്പോൾ ചോറില്ല, അതിന് പകരം നമുക്കിന്ന് പത്തിരി കോഴിക്കറിയാണ്. പിന്നെ ഏതായാലും ഉച്ചയ്ക്ക് തന്നെയാണ് നമ്മൾ പത്തിരി ചോറിന് പകരം. ഇന്ന് എരിവൊക്കെ നല്ല പാകമാണ് കറിക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കും. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ഉടൻ തന്നെ കാണാം.